നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഇടതുപക്ഷം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പീരുമേട്ടിൽ സലിംകുമാറും സ്ഥാനാർത്ഥികളാകും. അതേസമയം ഇടുക്കി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്ത യുവ നേതാവിനെ പരീക്ഷിക്കാനുള്ള നീക്കവും നടത്തുന്നു. പീരുമേട്ടിൽ റോയ് കെ പൗലോസ് അടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സീറ്റ് നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് മിക്കവാറും മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രഖ്യാപനത്തിന് ചില സാങ്കേതികത്വങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ഉടുമ്പൻചോലയിൽ കെ ജയചന്ദ്രനും പീരുമേട്ടിൽ CPയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ സലിംകുമാറും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായി UDFൽ നിരവധി പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇടുക്കി നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന അലോഷ്യസ് സേവറിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. ഇതോടൊപ്പം തന്നെ ജോയ് വെട്ടിക്കുഴി, അനീഷ് ജോർജ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവരുടെ പേരുകളും ഏറെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ഇടുക്കി നിയോജക മണ്ഡലം അലോഷ്യസ് സേവർ സ്ഥാനാർത്ഥി ആകുകയാണെങ്കിൽ പീരുമേട്ടിൽ ഗ്രൂപ്പിൽ പെടുന്ന ഷാജി പൈനടത്തിനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ റോയ് കെ പൗലോസ്, സിറിയക് തോമസ് എന്നിവരുടെ പേരുകളും ഏറെ സജീവമായി മുമ്പിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിൽ UDF ഏറെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് UDF വൃത്തങ്ങൾ.